ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഡ്രൈവിങ്ങിൻ്റെ ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രൈവിംഗ് ട്യൂട്ടോറിയലായിട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കമൻസ് നമുക്ക് വന്നിട്ട്, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കമൻസ് സെലക്ട് ചെയ്തിട്ട്, അതായത് കോമൺ ആയിട്ടുള്ള സംശയങ്ങളാണ്. കയറ്റം എങ്ങനെ വണ്ടി എടുക്കുക, അതേപോലെ തന്നെ റിവേഴ്സ് എടുക്കുമ്പോൾ സ്പീഡ് കൂടുന്നു, പിന്നെ ഗിയർ എങ്ങനെ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാം, ഓരോ സ്പീഡിൽ ഗിയർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ കറക്റ്റാക്കി വെക്കാം, ഇങ്ങനത്തെ കുറച്ച് ഡൗട്ടുകൾ ആ ഒരു വീഡിയോയിൽ കോമൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഫുൾ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആ വീഡിയോ കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംശയങ്ങളുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മളെ ഡ്രൈവിംഗ് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് നമുക്കറിയാം. എല്ലാവരും അവരവരുടെ സജഷൻ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലായ്പ്പോഴും പറയും പോലെ തന്നെ നിങ്ങൾക്കൊരു വാലിഡ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ലേണേഴ്സ് ലൈസൻസ് നിങ്ങൾ തീർച്ചയായും എടുത്തിരിക്കണം. വാലിഡ് ആയിട്ടുള്ളൊരു ലേണേഴ്സ് ലൈസൻസ്, അതേപോലെ തന്നെ ഡ്രൈവിംഗ് അറിയുന്ന ലൈസൻസ് ഉള്ള ഒരാൾ കൂടെ വേണം. നിങ്ങൾ വണ്ടി പഠിക്കാൻ പോവുകയാണെങ്കിൽ, ട്രയൽ എടുത്ത് നോക്കാൻ പോവുകയാണെങ്കിൽ കൂടെ ഒരാൾ വേണം. ആളൊഴിഞ്ഞ് തിരക്കില്ലാത്ത റോഡുകളിൽ മാത്രം വണ്ടി ഓടിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡൗട്ട് കാര്യമൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. എന്തായാലും ഫസ്റ്റ് നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് തന്നെ കിടക്കാം. നമ്മൾ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ധരിക്കണം. സ്റ്റിയറിങ്ങിലേക്ക് കിടക്കാം. സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റിയറിംഗ് ഒന്ന് ഫുൾ റൊട്ടേറ്റ് ചെയ്യുക. വലത്തോട്ടെങ്കിൽ വലത്തോട്ട് ഫുൾ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്, അവിടെ ഫുൾ വലത്ത് ഇങ്ങനെ ടയർ പോയി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇതാ ഒരു റൗണ്ട്, 2 റൗണ്ട് ഇത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലോഗോ നേരെ വരുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് വീല് കറക്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നേരെ എടുത്ത് നോക്കാം. വണ്ടി നേരെയാണ് പോകുന്നത്. ഇത് വലത്തോട്ട് ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇടത്തോട്ടും ചെയ്ത് നോക്കാം. ഇടത്തോട്ട് ഫുൾ ഒടിച്ച് വെക്കാം. 2 റൗണ്ട് ഞാൻ തിരിച്ചു, ഇടത്തോട്ട് ഫുള്ള് തിരിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തിരിയത്തില്ല. അത് അതേപോലെ തന്നെ ഒരു ഫുൾ റൗണ്ട് വീണ്ടും ഇത് നേരെ വന്നു. നമുക്ക് നേരെ നോക്കാം. ഇതാ വണ്ടി നേരെ പോകുന്നുണ്ട്. അങ്ങനെയാണ് സ്റ്റിയറിങ്ങിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് നോക്കാൻ പറ്റുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റിയറിംഗ് ഫുള്ള് ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിച്ചിട്ട് 2 റൗണ്ട് റൊട്ടേറ്റ് ചെയ്താൽ നമ്മുടെ വീല് നേരെയായിട്ട് വരുന്നതാണ്. സ്റ്റിയറിങ്ങിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. ഗിയറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലച്ച് പ്രസ് ചെയ്ത് പിടിക്കുക, ഗിയർ ഇടുക. ഫസ്റ്റിലേക്ക് ഇട്ട ശേഷം നമ്മൾ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇത് കയറ്റം നടക്കുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് വിടാൻ പാടില്ല. ക്ലച്ച് ഇങ്ങനെ മെല്ലെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇതാ മെല്ലെ മൂവ് ആവും. ഇനി പവർ കുറഞ്ഞ വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൂവ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചെറുങ്ങനെ ആക്സലേഷൻ കൊടുക്കുക. അപ്പോഴും നിങ്ങൾ ക്ലച്ച് കംപ്ലീറ്റ് വിടണ്ട. ആക്സലേഷൻ കുറച്ച് കൊടുത്തതിന് ശേഷം മാത്രം ക്ലച്ച് വിടുക. ക്ലച്ച് വിട്ടിട്ട് ഒന്ന് സ്പീഡായി കഴിഞ്ഞാൽ, അതായത് ഒരു 20 എത്തണ്ട, ഒരു 15 സ്പീഡിലെത്തി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ആക്കാം. സെക്കൻഡ് ആക്കുമ്പോൾ എന്ന് വെച്ചാൽ ആക്സലേഷൻ കൊടുക്കാൻ പാടില്ല. സ്പീഡ് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ആക്സലേഷൻ കൊടുക്കാൻ പാടില്ല. നമ്മൾ ഇതാ നേരെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ആക്കുകയാണ്. സെക്കൻഡിലേക്കാക്കി മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ ആക്സലേഷൻ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്യുക. ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്ത് നമ്മൾ പോയതാ ഒരു 20-30 ഇടയ്ക്ക് നമുക്ക് ആ ഒരു പവർ കിട്ടുന്നുണ്ട് വണ്ടിക്ക്. 20-30 ഇടയ്ക്ക് അടുത്ത ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ളൊരു പവർ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ആ ഒരു ഗിയറിലേക്ക് ക്ലച്ച് അമർത്തിയിട്ട് വീണ്ടും നേരെ ന്യൂട്രലിലേക്ക് വന്നു, നേരെ മേലോട്ടേക്ക് തട്ടി കൊടുത്താൽ 3rd ഗിയറായി. ഇപ്പോൾ ഈ ഒരു സ്പീഡിൽ, അതായത് ഈ ഒരു 25-35 സ്പീഡിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു 3rd ഗിയറിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഇത് സ്പീഡ് നമ്മൾ കുറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ട്രാഫിക് എന്തെങ്കിലും മുന്നിൽ വരികയാണ്, ഈ സ്പീഡ് കുറയാണ്, ഒരു 20-ലേക്കോ അതിലേക്ക് താഴുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അത് സെക്കൻഡിലേക്ക് മാറ്റി കൊടുക്കുക. താഴുകയാണെങ്കിൽ സെക്കൻഡിലേക്ക് മാറ്റി കൊടുക്കുക. വീണ്ടും നമ്മൾ സ്പീഡ് കൂട്ടി ഇപ്പോൾ ഒരു 30-35 ഇടയ്ക്കൊക്കെ വരുമ്പോൾ 3ഡിലേക്ക് തന്നെ ആയി കൊടുത്തു, 3rd ഗിയർ. ഇനി അത് കുറച്ച് കൂടെ കയറി ഒരു 30 മേലെ കയറി ഒരു 40 റേഞ്ചിലേക്കൊക്കെ അടുക്കുമ്പോൾ 4th ഗിയറിലേക്ക് മാറ്റി കൊടുക്കുക. നേരെ 3 നേരെ താഴോട്ടേക്ക് 4th ഗിയറിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ആ റേഞ്ചിൽ 30-40 നമുക്ക് വണ്ടി വളരെ സ്മൂത്തായിട്ട് ഓടുന്ന പോലെ ഫീൽ ചെയ്യും. വണ്ടിക്ക് ഒരു പിടുത്തം വരും. നമ്മൾ ഗിയർ കൊടുക്കുമ്പോൾ അടുത്ത ഗിയറിലേക്ക് മാറുക, ഒരു റേസിങ്ങിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോഴാണ് ടോപ്പ് ഗിയറിലേക്ക് മാറി കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നേരെ തിരിച്ചിട്ട് നമുക്ക് വണ്ടി കുത്തി ഓഫ് ആവുന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊണ്ടുവരിക. കുറച്ച് കൊണ്ടുവരിക. സ്പീഡ് കുറയുന്നതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവരിക. ഇതിപ്പോൾ ഒരു 35-40 ലെവലിൽ നമ്മളിങ്ങനെ പോവാണ്.
ഇനി ഇതിൻ്റെ മേളിൽ വീണ്ടും കയറുകയാണ്. 45 50 അടുപ്പിച്ചിട്ട് 60 ഇടക്കൊക്കെ കയറുമ്പോൾ നേരെ ഫിഫ്ത്തിലേക്ക് ആയി കൊടുക്കുക. ഫോർത്ത് നേരെ ന്യൂട്രലിലേക്ക് വന്നു, വലത്ത് കൂട്ടി 5. ആ ഒരു സ്പീഡ് പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു 45 50 ആ സ്പീഡിൽ. ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്പീഡ് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, കാരണം ഓരോ വണ്ടിയുടെ പവർ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് സ്പീഡ് നമുക്ക് ഒരു കറക്റ്റ് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് അടുത്ത ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു റേസിംഗ് സൗണ്ട് വരുമ്പോൾ നിങ്ങൾ മാറി കൊടുക്കുക. അതേപോലെ തന്നെ ഗിയർ ഇതാ, ഇപ്പോൾ ഒരു വണ്ടി തന്നെ മുന്നിൽ തന്നെ ബ്ലോക്ക് ഇടുകയാണ്. ഞാൻ മെല്ലെ ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്തു, തേർഡിലാക്കി, സെക്കൻഡിലാക്കി, ആ ഒരു സ്പീഡിൽ ഇങ്ങനെ എടുത്തു പോവാണ്. ഒരു നോർമൽ നമ്മുടെ വീൽ ഉരുണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സ്പീഡിലൊക്കെയാണ് നമ്മൾ ഫസ്റ്റിലാക്കി എടുക്കേണ്ട ആവശ്യമില്ല, സെക്കൻഡിൽ തന്നെ നമുക്ക് എടുത്തിട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഇത്രയുള്ള ഗിയറിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ സ്പീഡിനനുസരിച്ച് നിങ്ങൾ മാറി കൊടുക്കുക. സ്പീഡ് കൂടിക്കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് മാറി കൊടുക്കുക. പിന്നെ വേറൊരു ഡൗട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഒരു അത്യാവശ്യം സ്പീഡിൽ ഒരു 40-50 സ്പീഡിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ക്ലച്ച് അമർത്തണോ ബ്രേക്ക് ചവിട്ടണോ, അല്ലെങ്കിൽ ആദ്യം ബ്രേക്ക് ചവിട്ടണോ പിന്നെ ക്ലച്ച് ചവിട്ടണോ, അങ്ങനത്തെ സംശയം പലർക്കും ഉണ്ട്. അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, ആദ്യം നമ്മൾ ബ്രേക്കേ ചവിട്ടാവും. ബ്രേക്ക് ചവിട്ടിയിട്ട് വണ്ടി സ്ലോ ആവുന്ന സമയത്ത് മാത്രം, വണ്ടി ഓഫ് ആവാതിരിക്കാൻ വേണ്ടി മാത്രമേ ക്ലച്ച് അമർത്താൻ പാടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലിൻ്റെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു, വണ്ടി ഇങ്ങനെ നിൽക്കുന്നുള്ള അവസ്ഥയിൽ, ഓഫ് ആവുന്നുള്ള അവസ്ഥയിൽ മാത്രം ക്ലച്ച് കൊടുത്തിട്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുക, ന്യൂട്രലിലേക്ക് വരിക. ഇതേ ചെയ്യാൻ പാടുള്ളൂ. ആദ്യം ക്ലച്ച് ഒരിക്കലും അമർത്താൻ പാടില്ല, കാരണം നമ്മളിപ്പോൾ ഒരു 60-70 പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലച്ച് അമർത്തി കഴിഞ്ഞാൽ വണ്ടിയുടെ കംപ്ലീറ്റ് വീലിലും ഇത് പിടുത്തം വിട്ട് കഴിഞ്ഞു, വണ്ടിയുടെ എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ് ഡിസെൻഗേജ് ആവും. എഞ്ചിനുമായിട്ട് വണ്ടിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വണ്ടിയുടെ ലോഡ് തന്നെ ഫുള്ള് വീലിലേക്കാണ് വരിക. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടത്തില്ല, വണ്ടി കയ്യിൽ നിന്ന് പാളും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി നിർത്തണമെങ്കിൽ ഫസ്റ്റ് ബ്രേക്ക് ചവിട്ടി വണ്ടി സ്ലോ ചെയ്തതിന് ശേഷം മാത്രം ക്ലച്ച് ചവിട്ടുക. ഓക്കെ, നമ്മളിപ്പോൾ ഇറക്കത്തിലാണുള്ളത്. വണ്ടി ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. ശരിക്കും എന്ന് വെച്ചാൽ ഇറക്കം വണ്ടി ഇറങ്ങേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഗിയറിലാണോ നമുക്ക് ആ ഒരു കയറ്റം കയറാൻ പറ്റുന്നത്, ആ ഗിയറിലെ ശരിക്കും വണ്ടി ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോഴേ വണ്ടി അണ്ടർ കൺട്രോളിലുണ്ടാവും. ഈ ഒരു കയറ്റം നമ്മൾ തിരിച്ച് കയറുകയാണെങ്കിൽ, ഈ ഒരു ഇറക്കം നമ്മൾ തിരിച്ച് കയറുകയാണെങ്കിൽ, ഇതിപ്പോൾ സെക്കൻഡ് ഗിയറിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നു ഉണ്ടെങ്കിൽ ആ ഗിയറിലെ വണ്ടി ഇറക്കാൻ പാടുള്ളൂ. അതാണ് കറക്റ്റ് നിയമം. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മളിപ്പോൾ ഇറക്കത്തിൽ നമ്മൾ നേരത്തെ ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഈ ഇറക്കത്തിൽ ഇപ്പോൾ തേർഡ് ഗിയറിൽ പോവാം, ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഫുൾ ഫ്രീ ആയി, വണ്ടീൻ്റെ വെയിറ്റിൽ വണ്ടീൻ്റെ ലോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മറ്റേന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഗിയറിലുള്ള സ്പീഡിനനുസരിച്ച് വണ്ടി പോകത്തുള്ളൂ, ആക്സലറേഷൻ കൊടുത്തിട്ടില്ലേ പോകത്തുമില്ല. പക്ഷേ ക്ലച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫുൾ ഫ്രീ ആയി, വണ്ടി ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയിട്ട് വണ്ടി ഇങ്ങനെ പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം മാത്രം വണ്ടി നിൽക്കാനാകുമ്പോൾ ക്ലച്ച് ചവിട്ടുക. ഇനി നമ്മൾ തിരിച്ച് കയറ്റത്തിലേക്കൊന്ന് കയറാം. നമ്മളിപ്പോൾ ഒരു കയറ്റം കയറാൻ പോവാണ്. കയറ്റം കയറാൻ പോകുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇതാ ന്യൂട്രൽ ഗിയറിലാണുള്ളത്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിക്കാം. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നമുക്കിതാ ഹാൻഡ് ബ്രേക്കിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി ഉള്ളത്. ഞാൻ ബ്രേക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഹാൻഡ് ബ്രേക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കയറ്റത്തിൽ വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ച്, പെഡലിൽ ചവിട്ടി പിടിച്ച് നമ്മൾ ഫസ്റ്റ് ഇട്ടു. നമ്മൾ കാലിലെ ബ്രേക്ക് വിട്ടേക്ക്. നമുക്ക് കാരണം എന്ന് വെച്ചാൽ ആക്സിലേറ്ററും ബ്രേക്കും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് പ്രശ്നം ഉണ്ടാവും, സ്റ്റാർട്ടിങ്ങുള്ള പ്രശ്നമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുത്ത് പഠിക്കണം. അത് നമ്മൾ ബ്രേക്കിൽ അപ്ലൈ ചെയ്തിട്ട് തന്നെ പഠിക്കണം. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലിട്ടു, ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ബ്രേക്കിൽ ചവിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വണ്ടി പുറകോട്ട് പോകത്തില്ല. ഇനി നമ്മൾ മെല്ലെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക. ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ഇങ്ങനെ മെല്ലെ നമ്മുടെ മടമ്പ് അമർത്തി പിടിച്ച് ക്ലച്ച് ഇങ്ങനെ റിലീസ് ചെയ്യുക. ഇപ്പോൾ വണ്ടിക്കൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ മെല്ലെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക. മെല്ലെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ സൗണ്ട് മാറും. എന്നിട്ട് മെല്ലെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ആ ഒരു പൊസിഷനിൽ ആ ഒരു വണ്ടിക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് മെല്ലെ റിലീസ് ചെയ്തുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി കയറി. നമ്മളിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നമ്മൾ എടുക്കുന്നത് കണ്ടു. ഇനി ഹാഫ് ക്ലച്ച് നമ്മൾ ബ്രേക്കിൽ തന്നെ ചെയ്യാൻ പോകണം. ഹാൻഡ് ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല, ഹാൻഡ് ബ്രേക്ക് നമ്മളിതാ ഇടുന്നേ ഇല്ല. ഹാൻഡ് ബ്രേക്ക് ഇടാതെ തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോവാണ്. കയറ്റത്തിലാണുള്ളത്. അപ്പോൾ വണ്ടി പുറകോട്ട് ഇറങ്ങാണ്ടൊക്കെ നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലച്ച് അമർത്തി ഫസ്റ്റിലേക്ക് ഇട്ടു. ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുക. ബ്രേക്ക് കാലെടുക്കുകയും ചെയ്യരുത്, കാരണം വണ്ടി പുറകോട്ട് പോകും. ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുക. പതിയെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ
ക്ലച്ച് ഇങ്ങനെ ചവിട്ടി പിടിച്ചേക്കാണെങ്കിൽ മെല്ലെ ഇങ്ങനെ റിലീസ് ചെയ്ത് കൊടുക്കുക. മടമ്പ് എടുത്തു പോകാൻ പാടില്ല. മടമ്പ് എടുത്താൽ ഓഫായി പോകും വണ്ടി. മടമ്പ് എടുത്താൽ ചാടി ഓഫായി പോകും. അപ്പോൾ മടമ്പ് എടുക്കാൻ പാടില്ല. മെല്ലെ ഇങ്ങനെ റിലീസ് ചെയ്യുക. ഒരു ഹാഫ് ക്ലച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് പോകാനുള്ളൊരു ടെൻഡൻസിയാണത്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ വന്ന് തുടങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ആക്സലറേഷൻ കൊടുക്കുക. ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് കാല് മാറ്റിയിട്ട് പതിയെ ആക്സലറേഷൻ കൊടുക്കുക. അപ്പോഴും ക്ലച്ച് ഫുള്ള് റിലീസ് ചെയ്യാൻ പാടില്ല. ആക്സിലറേറ്റർ ആയി കഴിഞ്ഞതിന് ശേഷം വണ്ടി നീങ്ങിയതിന് ശേഷം ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഒന്ന് സ്പീഡാക്കിയിട്ട് നമ്മൾ സെക്കൻഡ് ആക്കുക. കാരണം കയറ്റാണ്, പെട്ടെന്ന് സ്പീഡാക്കിയിട്ട് നമ്മൾ സെക്കൻഡ് ആക്കണം. സ്ലോ ആയി പോയാൽ പിന്നെയും വണ്ടി കുത്തി ഓഫായി പോകും. അപ്പോൾ കയറ്റത്ത് നമ്മൾ പെട്ടെന്ന് സ്പീഡ് കുറയാതെ തന്നെ ഗിയർ ടോപ്പിലേക്ക് മാറേണ്ടതാണ്. ഇപ്പോൾ സെക്കൻഡ് നമ്മൾ തേർഡിലേക്ക് മാറാൻ പോകണം. കുറച്ചൊന്ന് സ്പീഡാക്കി ഒരു 35 വന്ന് സ്പീഡ് ഗിയർ മാറ്റി ടക്കം നമ്മൾ മാറ്റണം. ക്ലച്ച് അമർത്താൽ ഗിയർ മാറ്റുക, റിലീസ് ചെയ്യുക. ഗിയർ മാറ്റുമ്പോൾ ഒരിക്കലും ആക്സലറേഷൻ കൊടുക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഫോർത്തിലേക്കാക്കി. ഇങ്ങനെയാണ് കയറ്റം നമ്മൾ വണ്ടി എടുക്കുക. ഇറക്കത്തിൽ നമ്മൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലോവർ ഗിയറിൽ പോവുക. ഒരു സെക്കൻഡിൽ തന്നെ പോകാൻ ശ്രമിക്കുക. സെക്കൻഡിലോ തേർഡിലോ. വലിയൊരു ഇറക്കമൊക്കെ ഉണ്ടെങ്കിൽ തേർഡിൽ പോവുക. വലിയൊരു ഇറക്കമാണെങ്കിൽ സെക്കൻഡിലൊക്കെ പോകാവും. ഇല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ലോവർ ഗിയറിൽ വണ്ടി ഓടിച്ചു പോവുക. ഇനി വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 കൂടി ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ, ഒരു റോഡിൽ നിന്ന് നമ്മൾ 4 കൂടി ഒരു ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് എങ്ങനെ വണ്ടി ഓടിക്കാം? നമ്മളിപ്പോൾ ഒരു 4 കൂടിയ ജംഗ്ഷനിലേക്ക് ഇപ്പോൾ കയറാൻ പോവുകയാണ്. നമ്മളെപ്പോഴും റോഡിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ റൈറ്റ് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ വണ്ടി ഇടത്തെ വന്ന് ഒതുക്കിയെടുത്ത് എടുത്ത് പോകുമ്പോൾ റൈറ്റ് മിറർ നോക്കി, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ വേണം റൈറ്റ് സൈഡ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തുകയാണ്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് പോകണം. ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഒതുക്കി ലെഫ്റ്റ് ചേർന്ന് പോവാം. ഇപ്പോൾ റൈറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ ചിലർ ചെയ്യുന്ന കാഴ്ച എന്ന് വെച്ചാൽ നേരെ റോഡിൻ്റെ ആ സൈഡ് കൊണ്ടുപോയിട്ട് വണ്ടി ഇടും. അങ്ങനെ ഇടാൻ പാടില്ല. നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെ വണ്ടി വെച്ചിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിട്ടാണുള്ളത്. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മളെ വലത് വശത്ത് നിന്ന് വണ്ടി ഫുള്ള് നിർത്തിയതിന് ശേഷം വണ്ടി നമ്മളെ വലത് വശത്ത് നിന്ന് വേറെ വണ്ടികളൊന്നും ഉറപ്പില്ല എന്ന് കണ്ടാൽ, വരുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം വലതും ഇടതും നോക്കണം. ആദ്യം വലതാണ് നോക്കേണ്ടത്. ഈ ഒരു കൺഫേം നമ്മൾ ചെയ്യണം. വണ്ടി മെല്ലെ ബ്ലോക്ക് ഇട്ട് നിർത്തിയതിനു ശേഷം മാത്രം മെല്ലെ പതുക്കെ എടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ ജംഗ്ഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രാഫിക് കാണുമ്പോൾ പേടിച്ചിട്ട് കാര്യമില്ല. പേടി വന്നാൽ വണ്ടി സ്ലോ ആക്കുക, വണ്ടി നിർത്തുക, അല്ലെങ്കിൽ അതേ ഉള്ളൂ. എന്നിട്ട് മെല്ലെ എടുക്കുക. അത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് നമ്മൾ പിന്നെ ഓടിച്ച് ശീലമായി വരുന്നതാണ് ഓട്ടോമാറ്റിക്കലി. പേടി വന്നു തുടങ്ങിയാൽ വണ്ടി അവിടെ സൈഡാക്കുക. ഒതുക്കി നിർത്തിയതിന് ശേഷം മാത്രം അടുത്ത സ്റ്റേജ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇട്ട് മെല്ലെ നോക്കിയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. ആര് പേടിപ്പിച്ചാലും നിങ്ങൾ പേടിക്കാൻ പാടില്ല. മെല്ലെ ഒതുക്കി എടുക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ വേറൊരു സബ്സ്ക്രൈബർ ചോദിച്ചതെന്ന് വെച്ചാൽ എച്ച് എടുക്കുമ്പോൾ, അവർ ഗ്രൗണ്ട് ടെസ്റ്റ് പോയിട്ട് എച്ച് എടുക്കുമ്പോൾ സ്പീഡ് റിവേഴ്സ് അടിക്കുമ്പോൾ സ്പീഡ് കൂടി പോകുന്നു. റിവേഴ്സ് അടിക്കുമ്പോൾ സ്പീഡ് കൂടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സ് എടുക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലച്ച് അമർത്തി റിവേഴ്സ് ഗിയറിൽ ഇടുകയാണ്. ലെഫ്റ്റ് കൂട്ടി താഴോട്ടേക്ക് റിവേഴ്സ് ഗിയറിൽ ഇട്ടു. ഇപ്പോൾ റിവേഴ്സ് ഗിയറിൽ ഇട്ടതിന് ശേഷം നമ്മൾ ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി പുറകോട്ട് പോകും. അതാണ് റിവേഴ്സ് ഗിയറിൻ്റെ കറക്റ്റ് വർക്കിങ്. നമ്മളിപ്പോൾ റിവേഴ്സിൽ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യാണ്. ഇതും നമ്മൾ നേരത്തെ കയറ്റത്തിൽ വണ്ടി എടുക്കുന്ന പറഞ്ഞ പോലെ തന്നെ ക്ലച്ച് പതിയെ നമ്മൾ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു മടമ്പ് അമർത്തി പിടിച്ച് പതിയെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം വണ്ടി ഞാൻ ക്ലച്ച് റിലീസ് ചെയ്യുന്നതനുസരിച്ച് വണ്ടി ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്പീഡിൽ റിലീസ് ചെയ്താൽ വണ്ടി സ്പീഡിൽ പുറകോട്ടേക്ക് പോകും. അപ്പോൾ ക്ലച്ച് എപ്പോഴും റിവേഴ്സിലിടുമ്പോൾ പതിയെ മാത്രം റിലീസ് ചെയ്യുക. എന്നിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമുക്ക് വേണ്ടത് ഈ ഒരു സ്പീഡാണെങ്കിൽ അതിൽ ഹോൾഡ് ചെയ്ത് അവിടെ പിടിക്കുക. അപ്പോൾ ആ ഒരു സ്പീഡിൽ മെല്ലെ വണ്ടി പുറകോട്ട് മൂവ് ആയിക്കോളും. അതിൻ്റെ മേലോട്ടേക്ക് റിലീസ് കഴിഞ്ഞാൽ വണ്ടി സ്പീഡ് കൂടും. ക്ലച്ച് ഫുള്ളായിട്ട് റിലീസ് ചെയ്യുന്നതോറും വണ്ടി നല്ല സ്പീഡിലേക്ക് പുറകോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലച്ച് പതിയെ മാത്രമേ വിടാവൂ. അതുകൊണ്ടാണ് വണ്ടിക്ക് സ്പീഡ് കൂടുന്നത്. ഓക്കെ. പിന്നെ വേറൊരു കമൻറ്റ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് ഗിയറിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഡൗൺ ചെയ്യാൻ പറ്റും. ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഫിഫ്ത്തിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡിലേക്കോ അല്ലെങ്കിൽ ഫസ്റ്റിലേക്കോ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ. കാരണം എന്താ വെച്ചാൽ നമ്മളെ എഞ്ചിനും ഗിയർ ബോക്സിനും അതേപോലെ തന്നെ ക്ലച്ചിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു വിഷയമാണ് അങ്ങനെ പെട്ടെന്ന് ഡൗൺ ചെയ്യാന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഗിയർ എന്ന് വെച്ചാൽ ഓരോ സ്പീഡിനനുസരിച്ച് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ട സാധനമാണ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സ്പീഡിനനുസരിച്ച് മാറേണ്ട ഒന്നാണ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് നിന്ന് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫസ്റ്റിലാക്കാൻ അങ്ങനെ സാധിക്കില്ല. ഫിഫ്ത്ത് നിന്ന് മെല്ലെ
ഒന്ന് ഫോർത്തിലേക്ക് കൊണ്ടുവരിക, ഡൗൺ ആക്കി ഫോർത്തിലേക്ക് കൊണ്ടുവരിക, പിന്നെ മെല്ലെ തേർഡ് കൊണ്ടുവരിക, അതേപോലെ തന്നെ സെക്കൻഡ് കൊണ്ടുവന്ന് മെല്ലെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനെ ഡൗൺ ചെയ്ത് കൊണ്ടുവരാം. അതാണ് വണ്ടിക്ക് നല്ലത്, ടെക്നിക്കലി അതാണ് കറക്റ്റ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫിഫ്ത്തിൽ പോയിക്കൊണ്ടിരിക്കുകയെന്നിരിക്കുക, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഫിഫ്ത്ത് ഗിയറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ആക്കണമെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ സ്ലോ ചെയ്ത് ആക്കാം, ഫോർത്ത് കൊണ്ടുവന്ന് തേർഡ് കൊണ്ടുവന്ന് അങ്ങനെ സ്ലോ ചെയ്താക്കാം. പെട്ടെന്ന് നമ്മളൊരു ബ്ലോക്കൊക്കെ കാണുകയാണ് മുന്നിൽ. അപ്പോൾ നമ്മൾ ചവിട്ടി ആദ്യം ബ്രേക്ക് ചവിട്ടി സ്ലോ ആക്കിയിട്ട് പിന്നെ ക്ലച്ച് അമർത്തിയതിന് ശേഷം നമ്മുടെ സ്പീഡ് വണ്ടിയുടെ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഓടിക്കുമ്പോഴറിയാലോ സെക്കൻഡിലാക്കുന്ന സ്പീഡ് എത്രയാണ്. ഇപ്പോൾ ഒരു ഫുള്ള് ക്ലച്ച് ചവിട്ടിയിട്ടാണുള്ളത്, ഇപ്പോൾ ഒരു സെക്കൻഡിലാക്കാൻ പറ്റിയ സ്പീഡാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഈ ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് നേരെ ഡയറക്റ്റ് നമുക്കിതാ ആ ഒരു സ്പീഡിൽ എത്തിയതിന് ശേഷം മാത്രം സെക്കൻഡ് ആയി കൊടുക്കാം. ബ്ലോക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാണുക. മെല്ലെ സ്ലോ ചെയ്യുകയാണെങ്കിൽ, സ്ലോ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഓരോ ഗിയർ താഴ്ത്തി കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായും അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നതാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.